നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കണ്ണിനും കാതിനും മനസ്സിനും ആനന്ദവും ആശയവും നൽകുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അനുഭവ പാഠങ്ങളിലൂടെ നമുക്ക് നന്മയും നർമ്മവും സമ്മാനിക്കുന്ന കൂട്ടുകാരിത കാത്തിരിക്കുന്നു. കാട്ടിലെ കൂട്ടുകാർ. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഓരോ ദിവസവും വില ഇങ്ങനെ അടിക്കടിക്ക് ഓരോരോ ദിക്കത്തിന്റെ പേരും പറഞ്ഞിട്ട്. നമുക്കൊക്കെ ആ കമ്പനിയിൽ ചെറിയ ജോലി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞത് നേരാ. പണിയുള്ള നമ്മുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പണിയൊന്നും ഇല്ലാത്തവരുടെ കാര്യം എങ്ങനെയാണാവോ ആവോ. അതെ, ശരിക്കും പറഞ്ഞ പണം സ്വയം കണ്ടെത്തണം. എല്ലാവർക്കും ദൈവം ഓരോരോ കഴിവുകൾ നൽകിയിട്ടില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ഗംഭീർ നല്ല ഗാനരചയിതാവല്ലേ? പാട്ട് എഴുതിയിട്ടേ വല്ല സിനിമയിലോ റേഡിയോയിലോ മറ്റോ കൊടുത്ത് കാശുണ്ടാക്കണമെന്ന്. അവനവന്റെ കഴിവുകളെ പുറത്തെടുത്ത ഈ കാലത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാം. അരുവിയിൽ വിടരുമാ പ്രണയാംബുജം, പ്രണയാംബുജം. ഈശ്വര, ഞാൻ ഈ പാട്ടുകളൊക്കെ എഴുതി കൂട്ടുന്നല്ലാണ്ട് ഒന്നുപോലും പുറലോകം അറിയുന്നില്ലല്ലോ. എന്തിനാ എഴുതുന്നത്? ആർക്ക് വേണ്ടിയാ എഴുതുന്നത്? എന്റെ ജീവിതം ഇങ്ങനെ തീരാനാവും വിധി. അല്ലാണ്ട് എന്ത് പറയാന്? ഏതെങ്കിലും വാരികയിൽ പ്രസിദ്ധീകരിക്കാൻ പോലും എന്റെ കവിതയ്ക്കും പാട്ടുകൾക്കും വിധി ഉണ്ടായാൽ മതിയായിരുന്നു. തലമതിൽ വന്നിരി ഈശ്വര, എന്റെ ദൈവമേ, എവിടെയും കയറി ഇറങ്ങാനില്ല. മടുത്തു. ഞാൻ ഈ പാട്ടുകളൊക്കെ എത്ര പത്രം ഓഫീസിലെ കൊണ്ടുകൊടുത്തത്. ഇനി പാട്ടുകളൊക്കെ ഓർമ്മകളാവട്ടെ. എല്ലാം മതിയാക്കാം. ഒന്നും പറയണ്ട പോട്ടു. എനിക്ക് എന്റെ അവസ്ഥ വളരെ മോശ. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്ന. എന്റെ കൊറേ കവിതകളും പാട്ടുകളുമായി എനിക്ക് ആകെയുള്ള സമ്പാദ്യം. ഇതുകൊണ്ട് എത്ര പത്രം ഓഫീസിലെ ഞാൻ കയറി ഇറങ്ങിയതെന്ന് അറിയാമോ? എത്ര സിനിമക്കാരുടെ അടുത്ത് ഞാൻ പോയതെന്ന് അറിയാമോ? അതെ പോട്ടു, ജീവിതം തന്നെ മടുത്തു. ഗംഭീറിന് ഈശ്വരൻ എന്ന കഴിവ് എഴുത്താ. ഗംഭീറിന്റെ ജീവിതം അതിനുള്ളതാ. അതെ,
എന്റെ ജീവിതം ഇങ്ങനെ എഴുതി തീരാനുള്ളതാ. കരയല്ലേ തീരട്ടെ, എല്ലാം പോട്ടെ. എല്ലാം വലിച്ചെറിയില്ലേ? ഈ വാക്കുകൾ ഒന്നു വേണ്ട. കഷ്ടം തന്നെ അവന്റെ കാര്യം അല്ലേ. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണെന്നാ തോന്നുന്നേ. ഹോ, എത്ര നല്ല എഴുത്തുകാരനാ. ആ കഷ്ടമായി പോയി. ഇനി ഗംഭീറിന് ആലോചിച്ച് തീരുമാനമെടുക്കാം കേട്ടോ. അത് പിന്നെ എന്റെ പാട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗംഭീറിന് എന്ത് തീരുമാനവും വേണമെങ്കിൽ എടുക്കാം. എന്റെ പാട്ടിന്റെ കൂടെ എന്റെ പേര് വരൂ. അതൊന്നും നടക്കില്ല. ഒരു പാട്ടിന് ഞാൻ 5000 രൂപ തരും. പിന്നെ ഗംഭീറിന്റെ റോള് കഴിഞ്ഞു. പക്ഷെ ഞാൻ എഴുതിയ പാട്ട് വിൽക്കാന്നൊക്കെ പറഞ്ഞ. വേണ്ട, ഇവിടെ വെച്ചോണ്ടിരുന്നു. വിശക്കുമ്പോഴേ ഈ കടലാസുകൾ പുഴുങ്ങി തിന്നാം. അല്ല പിന്നെ പറഞ്ഞ ഗംഭീറിന് പണം വേണം. പണം ഞാൻ തരും, പാട്ട് എനിക്ക് തന്നാൽ മാത്രം. ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ആലോചിച്ചോ, പക്ഷേ എനിക്ക് പെട്ടെന്ന് മറുപടി തരണം. ഗംഭീറിന്റെ സമ്മതമാണെങ്കിൽ ഈ പണം അഡ്വാൻസ്. എന്താ? അപ്പോഴേ ഞാൻ ഈ പണം ഇവിടെ വെക്കട്ടെ, അതോ? പണം ഇങ്ങോട്ട് തന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ ആത്മാവാണ് കേട്ടോ. ആത്മാവിനല്ലേ പണം. ഓരോ ആത്മാവിനും ഓരോ പാട്ടിനും 5000 രൂപ വീതം. അതല്ല, എല്ലാം എന്റെ സൃഷ്ടിയാണ്. അതാണ് പക്ഷെ കാശിനെ വേണ്ടി കരയാതെ ഇതെന്തെങ്ങനെ ഒക്കെ ശരിയാകും. എല്ലാം ഞാൻ റെഡിയാക്കി തരാം. ഗംഭീർ ഐശ്വര്യമായി എഴുതിയൊരു ഗാനം ഇങ്ങ് തന്നേ, നോക്കട്ടെ. വരട്ടെ. ഇതാ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട. ആകാശക്കൂടാരച്ചോട്ടിൽ. കൊള്ളാം. നല്ല അസല് വരികൾ. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. കപില, വായിക്കാൻ സമ്മതിക്കോ നീ? പ്ലീസ്. വായിച്ചോളൂ, ഞാനിവിടെ പാട്ട് ആസ്വദിക്കുകയല്ലേ. നല്ല പാട്ടാണല്ലോ. അതെ. ഈ പാട്ടിന്റെ വരികൾ എഴുതിയതേ നമ്മുടെ പപ്പീസാ. അതേന്ന്, ഈ ഗാനം എഴുതിയത് പപ്പീസാ. എത്ര പെട്ടെന്ന് ആ പാട്ട് ഹിറ്റായതെന്നോ. പാവം, ആ ഗംഭീർ എത്ര പാട്ടെഴുതി, ഒന്നുപോലും പുറം ലോകം കണ്ടില്ല, കേട്ടതും ഇല്ല. അതിനെ ഭാഗ്യം വേണം, അല്ലാതെ കാര്യമില്ല. കപിൽ ഫോണിൽ എപ്പോ നോക്കിയാലും കളിയാണല്ലോ. അല്ല സാർ, ഞാൻ പപ്പീസിന്റെ പാട്ട് കേൾക്കുകയായിരുന്നു. ഇത് പപ്പീസ് രചിച്ച ഗാനമാണോ? അതെ സാർ. ഓഹോ, അത് കൊള്ളാം. മക്കളെ, പപ്പീസ് ഭാഗ്യവാനാ. പപ്പീസിന്റെ ആദ്യ പാട്ടിന് തന്നെ ജിംഗിൾ ഫെയർ അവാർഡ് ലഭിച്ചു. പാട്ടിന് തന്നെയാ? അതെ, അത്രയ്ക്ക് നല്ല വരികളാ. എന്താ സുഖം പാട്ട് കേൾക്കാൻ. സാറേ, ഗംഭീർ എത്ര കാലമായി എഴുതുന്നു, ഒരു പാട്ട് പോലും പുറത്തു വന്നില്ലല്ലോ ഇതുവരെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരു കാലത്ത് ഗംഭീറും അറിയപ്പെടുന്നു. കപിൽ, ആ പാട്ടിന്റെ ശബ്ദം ഒന്ന് കൂട്ടിവെക്കി കേൾക്കട്ടെ. ഈ വസന്ത നിലാവിലൊരൽപ്പം ഈണമേകാൻ വന്ന കിനാവേ, ഈ വസന്ത വണ്ടി കാണുന്നില്ലല്ലോ. സ്വീകരണത്തിനാണെങ്കിൽ സമയവുമായി. ഇതാരും ഗംഭീരോ? കൊറേ കാലമായല്ലോ കണ്ടിട്ട്. എന്നാലും പപ്പീസ്, ഇത് വലിയ ചതിയായി പോയിട്ടാ. ചതിയോ? എന്ത് ചതി? എന്റെ പാട്ട് പപ്പീസിന്റെ പേരിൽ ഗംഭീരേ, ഞാൻ കാശ് തന്നില്ലേ പാട്ടിന്? കാശ് തന്നിട്ടും പപ്പീസ്. ഗംഭീരേ, ഇനി ഓരോ പാട്ടും എഴുതി എനിക്ക് തരൂ. പണം
എത്ര വേണമെങ്കിലും ഞാൻ തരും. പാട്ട് എനിക്ക് നഷ്ടപ്പെട്ടില്ല പപ്പീസ്. അയ്യോ ദേ ഇപ്പൊ ഞാൻ വളരെ ഫേമസ് ആയി നിൽക്കുക. ആ സമയത്ത് കുറെ പാട്ടുകൾ നമുക്ക് പുറത്ത് വിടാവുന്നേ. ഗംഭീറിന്റെ ഇഷ്ടം പോലെ കാശ് ഞാൻ തരും. എന്നാലും കാശ് കിട്ടുമ്പോൾ പിന്നെ എന്ത് പദവി, എന്ത് പ്രശസ്തി. ഗംഭീർ വേഗം കുറെ പാട്ടുകൾ എഴുതിയിരിക്കും. എനിക്ക് പോകാനുള്ള വണ്ടി വന്നു. പിന്നെ പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ബൈ, പോട്ടെ, ബൈ. എന്നാലും എന്റെ ഗംഭീർ എന്ത് പണിയാ കാണിച്ചത്, വിശ്വസിക്കാൻ കഴിയുന്നു. വൃത്തിയില്ലാത്തതുകൊണ്ടാണ് സാറേ. ഗംഭീർ, തെറ്റ് സംഭവിച്ചു. ഇനി അത് തിരുത്തിയില്ലെങ്കിൽ. അറിയാം സാറേ, ഞാൻ എന്റെ പാട്ടുകൾ വിറ്റ് കാശുണ്ടാക്കി മടുത്തു സാറേ. ഇനി ഞാൻ ഒരിക്കലും എഴുതില്ല. ഗംഭീർ എഴുതണം. എഴുതി ഈ കാർഡ് അറിയപ്പെടുന്ന ആളാകണം. അതിനെനിക്ക് കഴിയില്ല സാറേ. നിരാശപ്പെടാതെ ഗംഭീർ. പപ്പീസിനെ ഓർത്ത് ടെൻഷൻ ആകണ്ട. ഗംഭീർ ധൈര്യമായിട്ടിരിക്കൂ. മക്കളെ, നമ്മുടെ പപ്പീസ് ഈ ഏഴിമലക്കാടിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ലളിതമായ ചടങ്ങിൽ എത്തിച്ചേർന്ന പപ്പീസിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് പപ്പീസ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട പപ്പീസ് ഒരു ഗാനം രചിക്കും. അതും ഈ തുറന്ന വേദിയിൽ ലൈവായി നമ്മളെല്ലാവരും കണ്ടു. എല്ലാവരും കൈയടിക്കും. ഈ മഹനീയ അവസരം വിനിയോഗിച്ച് സുന്ദരഗാനം രചിക്കുന്നതിന് വേണ്ടി നമ്മുടെ പപ്പീസിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എനിക്ക് വാക്ക് കിട്ടുന്നില്ല. എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് എഴുതാൻ കഴിയില്ല. എന്ത് ചെയ്യാം? എഴുതണം പപ്പീസ്, എഴുതണം. അതായത് പപ്പീസ് പ്ലീസ് എഴുതൂ. എല്ലാവരുടെയും ആഗ്രഹമല്ലേ. പാട്ടൊക്കെ പറഞ്ഞ എഴുതിക്കോളൂ. എന്താ എഴുതാ? ഒന്നും തോന്നുന്നില്ല. കല്യാണിക്ക് മര്യാദക്ക് നിൽക്കുന്നില്ല. എനിക്ക് എഴുതാൻ കഴിയില്ല. കാരണം ഞാൻ കവിയല്ല. ഞാൻ ഒരു എഴുത്തുകാരനൊന്നുമല്ല. എഴുത്തുകാരനല്ലോ സാറേ, എന്നോട് ക്ഷമിക്കും സാറേ. ഞാൻ എഴുത്തുകാരനല്ല. ഈ ഗംഭീറാണ് ശരിയായ എഴുത്തുകാരൻ. എന്നറിയപ്പെടുന്ന ഗാനരചയിതാവാക്കിയത് ഈ ഗംഭീറാണ് സാർ. ഈ ഗംഭീറാ. മക്കളെ, പപ്പീസ് പറഞ്ഞതാ സത്യം. ഈ ഗാനത്തിന്റെയൊക്കെ പിന്നിൽ ഈ ഗംഭീറാ. സ്വന്തം കഴിവിനെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ഗംഭീറിന് സാധിച്ചില്ല. പക്ഷേ കുതന്ത്രത്തിലൂടെ പപ്പീസ് ഗംഭീറിന്റെ പാട്ടുകളെ പുറത്തു കൊണ്ടുവന്നു. സാറേ, ഈ ഗാനത്തിനൊക്കെ പിന്നിൽ ഗംഭീറാണെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ഗംഭീറിന്റെ കഴിവിനെ ഞാൻ ഈ ലോകത്തെ അംഗീകരിപ്പിക്കും. വെരി ഗുഡ് പപ്പീസ്, വെരി ഗുഡ്. ഗംഭീറിന്റെ പ്രശസ്തി പപ്പീസിന് കൂടി അവകാശപ്പെട്ടതാ. പപ്പീസിലൂടെ ഗംഭീറിനെ ലോകം അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ചടങ്ങിൽ ട്രോഫി ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഗംഭീറിനെ ഞാൻ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി പപ്പീസിനെയും വരൂ. പാവം ഗംഭീർ, അവൻ അങ്ങനെ അംഗീകരിക്കപ്പെട്ടല്ലോ. സന്തോഷായി. ഈ സുന്ദര നിമിഷത്തെ ധന്യമാക്കാൻ ഗംഭീർ രചിച്ച ആ ഗാനം തന്നെ നമുക്ക് കേൾക്കാം. കപിൽ, ഫോണിൽ ആ ഗാനം ഒന്ന് വോളിയം കൂട്ടി വെക്കാം. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ
കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം. നന്മയുടെ കാഴ്ചപ്പുറങ്ങൾ കഴിഞ്ഞ് ഇനി വചനത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. ഓ, സുഖമാണോ? ഓക്കെ. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ അവധിക്കാലത്തെ പരിപാടികൾ? ഓ, ക്യാമ്പിന് പങ്കെടുത്തോ? നമ്മുടെ പല കൂട്ടുകാരും കഴിഞ്ഞ അവധിക്കാലത്ത് പല ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ക്യാമ്പിന് പോയാൽ നല്ല പാട്ടുകളൊക്കെ പഠിക്കാൻ പറ്റും, കഥകളൊക്കെ പഠിക്കാൻ പറ്റും. നമ്മുടെ ടിങ്കു എന്താണ് ക്യാമ്പിന് പോയി പഠിച്ചത് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ ടിങ്കു പഠിച്ചത്? ഞാനോ? എന്താ പഠിച്ചത്? ഞാൻ പാട്ട് പഠിച്ചു. ഓ, പാട്ടൊക്കെ പഠിച്ചെന്നാ പറയുന്നേ. ഓ, കഥയും പഠിച്ചിട്ടുണ്ടോ? ശരി, അങ്ങനെയെങ്കിൽ ഈ ക്യാമ്പിന് പഠിച്ചതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ആ, പാടിക്കോ. ആ, പാടാനല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പാട്ട് പാടി അങ്ങ് തളർന്നു പോയെന്ന് തോന്നുന്നല്ലോ. നല്ല പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു അല്ലേ? ഈ ടിങ്കു കഴിഞ്ഞ വെക്കേഷനിൽ പോയി പഠിച്ച പാട്ടാണ് ഇപ്പം നമുക്ക് വേണ്ടി പാടിത്തന്നത്. ആ പാട്ടിൽ നല്ലൊരു അർത്ഥമുണ്ട്. എന്താ ടിങ്കു പാട്ടിൽ പാടിയത്? വിശ്വസ്തനാക്കണം. ആ, വിശ്വസ്തനാക്കണം എന്നെ കർത്താവേ എന്നാണ് പാടിയത്. എന്തുകൊണ്ടാണ് കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നത്? കാരണം ദൈവം വിശ്വസ്തനാണ്. ശരിയാണ്, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ വിശ്വസ്തരാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം വിശ്വസ്തൻ ആണെന്ന് എങ്ങനെ നമുക്കറിയാനായിട്ട് സാധിക്കും? ദൈവം വാക്ക് പറഞ്ഞാൽ അത് മാറില്ല. ഓ, ശരിയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തത് അവൻ തീർച്ചയായിട്ടും നിറവേറ്റും. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. മനുഷ്യനെ രക്ഷിക്കാനായിട്ട് യേശു ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പിന്നെയും യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നോക്കുക കൂട്ടുകാരെ, യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എന്നേക്കും ജീവിക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ പ്രത്യേകതകൾ നിനക്കറിയാമോ? എനിക്കറിയാം. എന്താ അത്? ദൈവത്തിൻ്റെ വിശ്വസ്തത ഭംഗം വരാത്തതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. പിന്നെയോ? ഓ, വലിയ വിശ്വസ്തതയാണ്. ഓക്കെ, പിന്നെ സ്ഥിരമായിരിക്കുന്നതാണ്. ഓ, സ്ഥിരമായിരിക്കുന്നതാണ്. നോക്കുക, എത്രയോ ശ്രേഷ്ഠകരമായ വിശ്വസ്തനാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണ് ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതവൻ നിറവേറി. ഒരു കഥ പറഞ്ഞുതരോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിശ്വസ്തതയെക്കുറിച്ചുള്ളൊരു കഥയായിക്കോട്ടെ അല്ലേ? ഓക്കെ. ഒരു സ്ഥലത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഈ കൂട്ടുകാർ തമ്മിൽ അന്യോന്യം ഗിഫ്റ്റുകളൊക്കെ കൈമാറുമായിരുന്നു. ഒരു ദിവസം അതിൽ കുറച്ച് നല്ല സുന്ദരനായ കുറച്ച് പണമുള്ള വീട്ടിലെ ആ കുട്ടിയുടെ ബർത്ത്ഡേ വന്നു. അപ്പം മറ്റേ കൂട്ടുകാരൻ ചെന്നിട്ട് ചോദിച്ചു, വിടാ നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ? അതെ, അവൻ പറഞ്ഞു, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ബർത്ത്ഡേ ആകുമ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് എന്ത് ഗിഫ്റ്റാണ് ഇനി തരാനായിട്ട് പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്? നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്താ ചോദിക്കുക? എനിക്ക് സമ്മാനം തന്നെയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓ, ലഡുവാണ് നിനക്ക് ഗിഫ്റ്റായിട്ട് വേണ്ടേ? മിഠായി ചോദിക്കും, ലഡു ചോദിക്കും, പിന്നെയോ ഉടുപ്പ് ചോദിക്കും. ഈ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കൊരു പിസ്സ നീ വാങ്ങി തരുമോ? അപ്പം അവൻ അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്.
കാരണം അവൻ്റെ അമ്മ ഒരിക്കലും അവന് പിസ വാങ്ങിക്കൊടുക്കത്തില്ല. അപ്പോൾ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നീ എനിക്കൊരു പിസ വാങ്ങി തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഈ കൂട്ടുകാരൻ പാവപ്പെട്ട വീട്ടിലെയാണ്. അവൻ ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഓക്കെ, ഞാൻ നിനക്ക് നാളെ വരുമ്പോൾ പിസ വാങ്ങിത്തരാം. അവൻ വാഗ്ദത്തം ചെയ്തു. അങ്ങനെ വൈകുന്നേരമായി. ഈ കൂട്ടുകാരൻ, പണമുള്ള വീട്ടിലെ കൂട്ടുകാരൻ, ഇങ്ങനെ ടൗണിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. എന്താണ് കണ്ടത്? തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചില ചിത്രങ്ങളുമായിട്ട് ഓരോ കടയിൽ കയറി ഇറങ്ങുകയാണ്. അവൻ സൂക്ഷിച്ചു നോക്കി. അവൻ വരച്ച ചിത്രങ്ങളാണ്, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ. അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഈ ചിത്രങ്ങൾ ആർക്കും കൊടുക്കില്ല. എന്നിട്ട് എന്താ ഞങ്ങൾ ചെയ്തത്? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം അവൻ വിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വിൽക്കുന്നത്? ആ പൈസ എന്തിനു വേണ്ടിയാ? അല്ലേ? അതെ അതെ, തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ വേണ്ടി ആ ചിത്രങ്ങൾ അവൻ വിറ്റ് പൈസയുണ്ടാക്കി പിസ വാങ്ങാനായിട്ട് തീരുമാനിച്ചു. നോക്കുക, തൻ്റെ വാഗ്ദത്തം നിറവേറാനാണ് ആ കൂട്ടുകാരൻ അങ്ങനെ ചെയ്തത്. എത്രയും നല്ല വിശ്വസ്തനാണല്ലേ? അങ്ങനെ പിറ്റേ ദിവസമായി ഈ ഏറ്റവും അടുത്ത സുഹൃത്ത് അവന് ഈ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. അവന് ഏറ്റവും സന്തോഷമായി. ഈ കൂട്ടുകാരന് ഒരുപാട് പൈസയൊക്കെ ഉണ്ടെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. അന്ന് ഈ കൂട്ടുകാരൻ്റെ വീട് കാണാനായിട്ട് താൻ കടന്നുപോയി. പക്ഷേ ചെന്നത് എവിടെയാണെന്നറിയാമോ? അവൻ ഒരു അനാഥശാലയിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവനെ സഹായിക്കാൻ അവൻ്റെ മാതാപിതാക്കളൊന്നുമില്ല. അവൻ വരച്ച ചിത്രങ്ങൾ വിറ്റാണ് അവൻ പണമുണ്ടാക്കിയത്. നോക്കുക, വിശ്വസ്തനായി തീരുവാൻ, തൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ ആ കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് എത്രയോ വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ വിശ്വസ്തത നിറവേറ്റുവാനായിട്ട്. അതെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മൾ നിരാശയിലാണോ? നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളും വിശ്വസ്തരാകണ്ടേ? എന്താ പാടിയത്? ആ, ടിങ്കു പാടി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും നാം വിശ്വസ്തതയുള്ള ദൈവത്തിൻ്റെ മക്കളായി വിശ്വസ്തരായി തീരാം. ദൈവം അതിനായി സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി പ്രാർത്ഥനാശംസകൾ കൈമാറുന്ന സമയം. ഒരുപാട് കൂട്ടുകാർ ഒരുപാട് ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാട്ടോ. നിങ്ങൾക്കും എഴുതാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കാണാം. കാണണം. ബൈ.